മോഷണ പരമ്പരയുടെ കൊടും ക്രൂരതയ്ക്ക് ഇരയായവളോ അനു. പേരാമ്പ്ര വാളൂരിൽ കുറങ്കുടി മീത്തൻ അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ക്രൂര കൊലപാതകമാണ്. അതിനു പിന്നിലെ പ്രതി കൊടും ക്രിമിനൽ. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ പ്രതി എന്തിനു വേണ്ടിയാണ് അനുവിനെ ക്രൂരമായി കൊന്നുകളഞ്ഞത്? തിരിച്ചറിയൽ പരേഡിന്റെ ആവശ്യമുള്ളതിനാൽ പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളെ തന്ത്രത്തിൽ ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കവർച്ച ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതുമാണ് ഇയാളുടെ പ്രധാന രീതി. ഈ രീതിയിലാണ് പേരാമ്പ്രയിലും നടപ്പാക്കിയത്. ബലാത്സംഗ കേസിലും പ്രതിയായ ഇയാൾ മോഷ്ടിച്ച ബൈക്കിലാണ് സംഭവം നടത്താനെത്തിയത്. അതിനുശേഷം ഇയാൾ ബൈക്കിൽ അനുവിന് ലിഫ്റ്റ് കൊടുത്തു. തുടർന്ന് വഴിയിൽ വെച്ച് തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം സ്വർണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇങ്ങനെയാണ് ഇത് പ്രതിയുടെ സ്ഥിരം കവർച്ചാ രീതി. ഇന്നലെ രാത്രിയോടെയാണ് ഇയാൾ പിടിയിലായത്. സംഭവ സമയം സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ സഞ്ചരിച്ചയാളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണമാണ് നിർണായകമായത്. CCTV ദൃശ്യത്തിലെ പ്രതിയെ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ചൊവ്വാഴ്ചയാണ് അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടുവെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം നടത്തിയത്. കമ്മൽ മാത്രമാണ് ശരീരത്തിൽ നിന്നും ലഭിച്ചത്. സ്വർണമാല, 2 മോതിരം, ബ്രേസ്ലെറ്റ്, പാദസരം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടതായും മനസ്സിലായി. തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പോയ അനുവിനെ കാണാതാവുകയും ചൊവ്വാഴ്ച ഉച്ചയോടെ അള്ളിയോറത്താഴ തോട്ടിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. ഭർത്താവിന്റെ കൂടെ ആശുപത്രിയിൽ പോകാൻ സ്വന്തം വീട്ടിൽ നിന്നും പുറപ്പെട്ട അനുവിനെ കാണാതായതിനെ തുടർന്ന് ഭർത്താവും ബന്ധുക്കളും അന്വേഷിച്ചപ്പോഴാണ് കാണാനില്ലെന്ന വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു തോട്ടിൽ മൃതദേഹം കണ്ടത്. രാവിലെ പുല്ലരിയാനെത്തിയ സ്ത്രീയാണ് മൃതദേഹം കാണുന്നത്. സമീപത്തുള്ള CCTV ക്യാമറയിൽ പ്രതിയുടെ ദൃശ്യം പതിഞ്ഞതോടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അനുവിന്റെ മരണം കൊലപാതകം തന്നെയെന്ന നിഗമനത്തിൽ നേരത്തെ പോലീസ് എത്തിച്ചേർന്നിരുന്നു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പേരുവിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും പുറത്തുവിടുമെന്ന് പോലീസ് അറിയിച്ചു. നിരീക്ഷണത്തിലായിരുന്ന പ്രതിയെ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത്. മോഷണ ശ്രമത്തിനിടെ ചെറുക്കാൻ ശ്രമിച്ച അനുവിന്റെ തല പ്രതി തോട്ടിൽ ചവിട്ടിത്താഴ്ത്തിയതായും ചില സൂചനയുണ്ട്. യുവതി മുങ്ങി മരിച്ചതാണെന്നും ശ്വാസകോശത്തിൽ ചെളിവെള്ളം കയറിയതാണെന്ന് മരണകാരണമെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എങ്കിലും അനുവിനെ മുക്കി കൊലപ്പെടുത്തിയതാകാനുള്ള സാധ്യത തള്ളിയിരുന്നില്ല. മരണത്തിനു മുൻപ് ബലപ്രയോഗം നടന്നതുമായും സംശയമുണ്ട്. കഴുത്തിലും കൈകളിലും ബലമായി പിടിച്ച പാടുകളും വയറ്റിൽ ചവിട്ടേറ്റ പാടുമുണ്ട്. തോട്ടിൽ കമിഴ്ന്നു കിടന്ന നിലയിലായിരുന്നു അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുങ്ങി മരിക്കാൻ മാത്രം വെള്ളമില്ലാത്ത തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് സംശയത്തിന് ഇടയാക്കിയിരുന്നു. പേരാമ്പ്ര DYSP KM ബിജുവിന്റെ മേൽനോട്ടത്തിൽ പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ MA സന്തോഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. പ്രതിയുടെ മോഷണ പരമ്പരയിൽ അനുവിനെ പോലുള്ളവർ ഉണ്ടാകാതിരിക്കട്ടെ.